ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കാൻ ഈശോ നമുക്ക് അനുഗ്രഹം തന്നിരിക്കുന്നു. 2025 പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകത്തിന് വേണ്ടി വലിയ പ്രത്യാശയോടെ എല്ലാ വരദാനങ്ങൾ കൊണ്ട് നിറയപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ആ ദിവസങ്ങളാണിത്. നമ്മുടെ ഇടവകളിൽ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ, നമ്മുടെ കുടുംബങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ, വിശുദ്ധിയുടെ, അഭിഷേകത്തിൻ്റെ കാറ്റൊരിക്കൽ കൂടി ആഞ്ഞടിക്കട്ടെ. നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മ ഇപ്പോൾ ഈ ഓൺലൈനിൽ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശ്വാസം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ 20:22 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ അവരുടെ മേൽ ശ്വസിച്ചു, ആ ശ്വാസം കിട്ടിയപ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആ ശ്വാസം ഇങ്ങനെ വളർന്നു വളർന്നു വലുതായി പെന്തക്കോസ്തായ്ക്ക് കാത്തിരുന്ന അവരുടെ മേലേക്ക് ആ കുഞ്ഞു ശ്വാസം ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു. അവരത് കേട്ടു, കണ്ടു, അനുഭവിച്ചു, ഈശോയെ പ്രഘോഷിച്ചു. നമ്മളിന്ന് ഈ ജീവിതത്തിൽ, നമ്മളിന്ന് ഈ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, പരിശുദ്ധാത്മാവിന് വലിയ ശക്തിയാണ്. തിരുസഭയെ മുന്നോട്ട് നയിക്കാൻ, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അപ്പസ്തോലന്മാരൊക്കെ പറയുന്ന പോലെ, അപ്പസ്തോലന്മാരെ കുറിച്ച് പറയുന്ന പോലെ ലോകത്തെ തലകീഴും മറിക്കുന്ന വിശുദ്ധര് ആയിത്തീരണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൂടിയേ തീരൂ. എന്നുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ആത്മാവിന് വേണ്ടി കാത്തിരിക്കുക. ആത്മാവിൻ്റെ കൃപ ഓരോ ദിവസവും ജ്വലിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓരോ കൂദാശയിലും നമ്മുടെ പേരിൽ ഇങ്ങനെ ആഞ്ഞടിക്കുന്ന, സ്നേഹത്തോടെ ഇങ്ങനെ തഴുകി തലോടി കടന്നു പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ ദിവസങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിൻ്റെ കൃപ നിറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഈശോയെ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിനോട് ദാഹിക്കുന്ന, ആഗ്രഹിക്കുന്ന, കാത്തിരിക്കുന്ന, ഈശോയുടെ വചനം അനുസരിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെല്ലാവരും ആ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. ആ കനൽ അവിടെ കിടപ്പുണ്ട്. അതിന് മേലെ ആ ഒരു അഭിഷേകത്തിൻ്റെ കാറ്റടിച്ചാൽ ഇതൊന്നും കൂടെ ആളിക്കത്തും. ആ കത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ബോധ്യം എന്താണെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലീഹ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നതെന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നെക്സ്റ്റ് ബോധ്യം എന്താണെന്നറിയോ? ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്, നീ ഈശോയുടെ കൊച്ചാണെന്നുള്ളൊരു ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട് റോമ 8-ാമത്തെ അധ്യായത്തിൽ 14 വാക്യങ്ങളിൽ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, മക്കളെങ്കിൽ അവകാശികളാണ്. ആ അവകാശികളാണെന്ന ബോധ്യത്തിൽ വേണം, ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ആ സ്റ്റാറ്റസ് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും ജീവിക്കാൻ. അടിമത്തത്തിൻ്റെ ഒരു ആത്മാവിനെ അല്ല നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പം പാപം അടിമപ്പെടുത്തുന്നു, സങ്കടം അടിമപ്പെടുത്തുന്നു, നിരാശ അടിമപ്പെടുത്തുന്നു. എല്ലാ അടിമത്തങ്ങളെയും തുരത്തി എറിയണം പരിശുദ്ധാത്മാവിൻ്റെ ഈ കാറ്റടിച്ചിട്ട്. ആ കാറ്റടിക്കുമ്പോൾ ഉള്ളിലോട്ട് നിറയേണ്ട ബോധ്യതാണ്, ഞാൻ ഈശോയുടെ കുഞ്ഞാണ്, പിശാചിൻ്റെ കുഞ്ഞൊന്നും അല്ല, രോഗത്തിൻ്റെ കുഞ്ഞൊന്നും അല്ല, ഞാൻ ആരുടെ അടിമയല്ല. പൗലോസ്ലീഹ തന്നെ പറയുന്നില്ല, ഒന്നും നിങ്ങളെ അടിമപ്പെടുത്താൻ ഇടയാവാതിരിക്കട്ടെ. കൊരിന്തോസാർക്ക് കത്തെഴുതുന്ന സമയത്ത് പറയുന്നുണ്ട്, ഒന്നും നിങ്ങളെ അടിമപ്പെടുത്താൻ അനുവദിക്കരുത്. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഈശോയുടെ സ്വന്തമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നിറഞ്ഞു നിൽക്കുന്ന മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ആ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവ് കൂടെ ഉള്ളത്. ആ ആത്മാവ് മൂലം നമുക്ക് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ പറ്റുന്നു, പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നു. മക്കളാണ്, മക്കളെങ്കിൽ അവകാശികളുമാണ്. നമുക്ക് യാചിക്കേണ്ടവരല്ല, നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകേണ്ടവരല്ല. നിങ്ങൾ മക്കളാണ്, മക്കളെങ്കിൽ അവകാശികളാണ്. ഈ പെന്തക്കോസ്തായ്ക്ക് ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലോട്ട് ഈ ബോധ്യം നിറയണമെന്ന് ആഗ്രഹിക്കുക. എല്ലാ വരങ്ങളും ദാനങ്ങളും ബലങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു നിയോഗം വെക്കണം, ഞാൻ ഈശോയുടെ മകനാണ്, ഈശോയുടെ മകളാണെന്നൊരു ബോധ്യം എനിക്ക് തരണേന്ന്. ഇന്നിതിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ആ ബോധ്യം എന്നും നിൽക്കട്ടെ. അച്ഛൻ ചുമ്മാ വിളിച്ചതല്ല, ഈശോയുടെ മക്കളാണ്. ആ മക്കളെന്ന ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികൾ, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ. ഈശോയ്ക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, ഈശോയ്ക്കുള്ളതെല്ലാം എനിക്കാണ്. ഈശോയുടെ അമ്മ എൻ്റെ അമ്മയാണ്, ഈശോയുടെ സ്വർഗം എൻ്റെ സ്വർഗമാണ്. ഈശോ പിതാവേ എന്ന് വിളിച്ചെങ്കിൽ ആ പിതാവിനെ എനിക്കും പിതാവേ എന്ന് വിളിക്കാം. ഈശോ സ്നേഹിച്ചെങ്കിൽ ആ ഈശോയുടെ സ്നേഹം എനിക്കും കൂടെ ഉള്ളതാണ്. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. ആ ബോധ്യത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പെന്തക്കോസ്താ തിരുനാളിൽ എല്ലാ അഭിഷേകവും നിറയട്ടെ. നമ്മുടെ ഇടവകളിലൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ 40 മണിക്കൂർ ആരാധനയൊക്കെ നടക്കുന്നുണ്ട്. എവിടെയൊക്കെ ആരാധന എഴുന്നള്ളിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം നടക്കുന്ന ആരാധനയുടെ കൃപ ഈ ശുശ്രൂഷ കൂടെ നിങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ പെന്തക്കോസ്തായുടെ സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന എല്ലാവരിലേക്കും എത്തിക്കുക. ലൂക്കാ സുവിശേഷം വായിക്കാം, 1-2 അധ്യായങ്ങൾ വായിക്കുക. അപ്പസ്തോല പ്രവർത്തനം 1-2 അധ്യായങ്ങൾ വായിക്കുക. വലിയ അഭിഷേകത്തിലേക്ക് കടക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആത്മാവിൻ്റെ കാറ്റ് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. വലിയ അഭിഷേകത്തിലേക്ക് ഈശോയെ സ്നേഹിക്കാൻ, ഈ നിരാശയൊക്കെ മാറ്റിവെച്ച് പ്രത്യാശയോടെ ജീവിക്കാൻ കൃപ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.